പ്രിയപ്പെട്ട ഇഗ്നോ കോമേഴ്സ് ബികോം വിദ്യാർത്ഥികളെ, ഇന്ന് നിങ്ങളെ മുമ്പിൽ ഒരു അടിപൊളി ഗസ് പേപ്പറുമായിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത്. നമുക്ക് എക്സാം അടുത്തെത്തിയിട്ടുണ്ട്. ഏതാണ് എക്സാം? ബിസിനസ് ഓർഗനൈസേഷൻ ആൻഡ് മാനേജ്മെന്റ് അഥവാ BCOC 132 ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പ്ലസ് ആൻസർ അടങ്ങുന്ന ഒരു PDF പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത്. ഇതുവരെ നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് പോയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് നിങ്ങളൊരു സപ്പോർട്ട് തരിക കേട്ടോ. അതേപോലെ കഴിഞ്ഞ എക്സാമിന് നമ്മുടെ PDF നോക്കി പോയവരുണ്ടെങ്കിൽ എക്സാം എങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു കാര്യങ്ങളൊക്കെ നിങ്ങളുടെ എക്സ്പീരിയൻസ് തീർച്ചയായിട്ടും നിങ്ങൾ കമന്റ് ബോക്സിൽ നിങ്ങൾ ഷെയർ ചെയ്യുക കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവരും നമ്മുടെ വീഡിയോയിലേക്ക് ഞാനിവിടെ സ്വാഗതം ചെയ്യാണ്. ഏതാണ് നമ്മുടെ നമ്മുടെ ഒരു പേപ്പർ ഏതാണ്? ബിസിനസ് ഓർഗനൈസേഷൻ ആൻഡ് മാനേജ്മെന്റ്. ഡിഗ്രി വിദ്യാർത്ഥികൾക്ക് BCom പഠിതാക്കൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു തിയറി പേപ്പറാണ് ഇതെന്ന് പറയുന്നത് അല്ലേ. BCOC 132 അതിൻ്റെ ഒരു ഗസ്റ്റ് പേപ്പർ. നമ്മളിത് ടാർഗറ്റ് ചെയ്തിട്ടുള്ളത് ജൂൺ 2026 ഡിസംബർ 2026 വിദ്യാർത്ഥികൾ 2026 എക്സാം ചെയ്യുന്ന വിദ്യാർത്ഥികളെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് തയ്യാറാക്കിയിട്ടുള്ള ഒരു ഗസ്റ്റ് പേപ്പറാണ്. എന്തൊക്കെയാണ് ഇതിനകത്തുള്ളത് നോക്കൂ. 13 ക്വസ്റ്റ്യൻസ്, പ്രധാനപ്പെട്ട 13 ക്വസ്റ്റ്യൻസ് ഉണ്ട്. നമ്മുടെ 5 ബ്ലോക്ക് കവർ ചെയ്തിട്ടാണ് ഇത് തയ്യാറാക്കിയിട്ടുള്ളത്. 17 പേജ് ഓഫ് ആൻസർ നമുക്ക് ഇതിനകത്ത് എന്ത് ചെയ്യാൻ പറ്റും, എഴുതാൻ പറ്റുന്നതാണ്. ഓക്കെ, ഇത് മാത്രമല്ല നമ്മളിത് കറക്റ്റ് എടുത്തിട്ടുള്ളത് ഇഗ്നോ ബുക്കിൽ നിന്ന് മാത്രം എടുത്തിട്ടുള്ളത്. ChatGPT ജെമിനി പോയ AI ടൂൾ ഉപയോഗിച്ചിട്ട് ഇതൊന്നായിട്ട് കോപ്പി പേസ്റ്റ് ചെയ്ത് വെച്ചതല്ല. ഇവിടെ ഇഗ്നോ ബുക്കിൽ നിന്ന് നമ്മൾ റെഫർ ചെയ്ത് ഇവിടെ കൊണ്ടുവന്നതാണ്. മാത്രമല്ല ബ്ലോക്ക് വൈസ് മാപ്പിംഗ്, ഓരോ ബ്ലോക്കും ഇമ്പോർട്ടൻ്റ് ഏതാണ് അത് വെച്ചിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ബ്ലോക്ക് മാപ്പ് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല ലാസ്റ്റ് 6 റിസൾട്ട് അനലൈസർ, നമ്മൾ ലാസ്റ്റത്തെ ഒരു 6 പരീക്ഷ എന്ത് ചെയ്തിട്ടുണ്ട്, ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ നോക്കിയിട്ടുണ്ട്. അത് മാത്രം നോക്കിയിട്ട് അതിൽ നിന്ന് ഏതൊക്കെയാണ് ചോദിച്ചിട്ടുള്ളത്, അത് പ്രധാനപ്പെട്ട പോയിന്റ് മാത്രമല്ല ഇവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു 13 ക്വസ്റ്റ്യൻ. ഈ ഒരു എക്സാമിന്, ഈ 2026 ഒരു എക്സാമിന് ചോദിക്കാവുന്ന പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് മാത്രമാണ് നിങ്ങൾക്ക് മുമ്പിൽ കൊണ്ടുവന്നിട്ടുള്ളത്. തീർച്ചയായിട്ടും ഈ ഒരു PDF നിങ്ങൾക്ക് ഉപകാരപ്പെടും. ഈ ഒരു PDF പ്ലസ് ആൻസർ ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഈ ഒരു PDF ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളുമായിട്ട് കോൺടാക്ട് ചെയ്യുക കേട്ടോ. ചെറിയൊരു എമൗണ്ട് എന്താണ് നിങ്ങൾ ഈ ഒരു PDF വേണ്ടിയിട്ട് നിങ്ങൾ തരണം. ഓക്കെ, അപ്പോൾ എന്താണ് എങ്ങനെ കിട്ടണം എന്നുള്ളതൊക്കെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുക്കുന്നുണ്ട്. അത് പോയി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വാട്സപ്പിലേക്ക് വരും. ജസ്റ്റ് ഒരു കോഡ് നമ്മളിലേക്ക് അയച്ചു തന്നാൽ ഞാൻ എന്ത് ചെയ്യും, നിങ്ങൾക്ക് എൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ അയച്ചു തരാം കേട്ടോ. നിങ്ങൾക്ക് താങ്ങുന്ന ഒരു എമൗണ്ട് ആണ്, അല്ല നിങ്ങൾക്ക് താങ്ങാൻ പറ്റാത്ത എമൗണ്ട് ഒന്നല്ല, നിങ്ങൾക്ക് എല്ലാവർക്കും താങ്ങുന്ന ചെറിയൊരു എമൗണ്ട് മാത്രം ഞാൻ നിങ്ങളോട് ചോദിക്കുന്നുള്ളൂ. അത് തന്നാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഒരു PDF ഞാൻ ഇവിടെ അയച്ചു തരുന്നതാണ്. ഇനി നിങ്ങൾ ഈ PDF വാങ്ങുന്നില്ലെങ്കിലും ഈ ഒരു പ്രധാനപ്പെട്ട 13 ക്വസ്റ്റ്യൻ പഠിക്കാതെ നോക്കാതെ ഒരിക്കലും എക്സാം ഹാളിലേക്ക് നിങ്ങൾ പോകരുത്. നിങ്ങൾ എക്സാം ഹാളിലേക്ക് പോകാന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ 13 ക്വസ്റ്റ്യൻ നമ്മളിവിടെ ഓരോ ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെടാം. ഈ 13 ക്വസ്റ്റ്യൻ നിങ്ങൾ എന്ത് ചെയ്യാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങളെങ്ങനെ യൂട്യൂബിലോ ടെക്സ്റ്റ് ബുക്കിലോ ഏതെങ്കിലും വെച്ചിട്ടുള്ള ഫ്രീ ആയിട്ട് വരുന്ന നോട്ട്സുകളൊക്കെ ഉണ്ടാകും. അത് വെച്ചിട്ട് ഈ ഒരു 13 പോയിന്റ് വെച്ചിട്ട് മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, പോവുക. ഓക്കെ, നമ്മളിവിടെ തയ്യാറാക്കിയിട്ടുള്ളത് എങ്ങനെയാണ്, ഇഗ്നോ ഒഫീഷ്യൽ ആയിട്ടുള്ള എങ്ങനെ ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ എങ്ങനെയാണ്, അതുമായി ബന്ധപ്പെട്ടുള്ള എങ്ങനെ ആൻസർ നമുക്ക് എഴുതാൻ പറ്റുന്നുള്ള കറക്റ്റ് രൂപത്തിൽ തന്നെയാണ് ഇഗ്നോയുടെ ഒരു ഫോർമാറ്റിലാണ് ഇവിടെ ഈ PDF തയ്യാറാക്കിയിട്ടുള്ളത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. CSR തിയറീസ് ആൻഡ് ബെനിഫിറ്റ് അല്ലേ, അതിൻ്റെ ഒരു തിയറി പേപ്പർ തന്നെയാണുള്ളത്. അപ്പോൾ CSR എന്നാൽ എന്താണ്, അതിൻ്റെ തിയറികളും ബെനിഫിറ്റുകളും എന്താണ്, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഒന്ന് ജസ്റ്റ് നമുക്ക് പരിചയപ്പെടാൻ, ആൻസർ പരിചയപ്പെടാം. കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി തിയറീസ് ആൻഡ് ബെനിഫിറ്റ് 20 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് മക്കളെ. ലാസ്റ്റ് എക്സാമിന് ഏതൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ 2025 ഡിസംബറിൽ ചോദിച്ചിട്ടുണ്ട്, ജൂൺ 2023 ജൂണിലും ചോദിച്ചിട്ടുണ്ട്. നമുക്ക് ഈ ഒരു എക്സാമിന് ഇത് പ്രഡിക്റ്റീവ് ആയിട്ട് വരുന്ന ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആയിട്ടാണ് ഇത് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ബ്ലോക്ക് 1 യൂണിറ്റ് 3 ക്വസ്റ്റ്യൻ ആണിത്. ഇഗ്നോന്റെ ഒരു സ്റ്റൈൽ പ്രകാരം ആദ്യത്തെ 2-3 ബ്ലോക്ക് ഫോക്കസ് ചെയ്ത് പഠിച്ചാൽ തന്നെ ക്വസ്റ്റ്യൻ എന്താ നോക്കൂ. ഇഗ്നോ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി തിയറീസ് ആൻഡ് ബെനിഫിറ്റ്സ് അല്ലേ, അതിന്റെ എങ്ങനെയാണ് ഇഗ്നോ സ്റ്റൈലിൽ ഇങ്ങനെയാണ് ചോദിക്കാൻ ചാൻസ് ഉള്ളത്. എക്സ്പ്ലെയിൻ ദ ഡിഫറെന്റ് തിയറീസ് ഓഫ് കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി അഥവാ CSR. ഇതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനാണ്. എത്തരത്തിലുള്ള അതിന്റെ ഡിഫറെന്റ് തരങ്ങളുള്ള തിയറീസുകളൊക്കെ ഒന്ന് വിശദീകരിക്കണം. മാത്രമല്ല ആൾസോ സ്റ്റേറ്റ് ദ ബെനിഫിറ്റ് ഓഫ് CSRന്റെ നേട്ടങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ എഴുതി കൊടുക്കണം. മക്കളെ ആൻസർ എഴുതുന്ന സമയത്ത് നിങ്ങൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യണം, ഇങ്ങനെ മീനിങ് ഓഫ് കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഹെഡിങ് കൊടുക്കുന്നു നമ്മൾ ആദ്യം. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, എന്താണ് കോർപ്പറേറ്റ് സോഷ്യൽ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് നിങ്ങൾ അവിടെ ഇലാബറേറ്റ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് ഈ ഒരു PDF ഉപകാരപ്പെടും. ഇത് നോക്കി കഴിഞ്ഞാൽ ഇത് ജസ്റ്റ് നിങ്ങൾക്ക് ഒരു തവണ 2 തവണ വായിച്ചു കഴിഞ്ഞാൽ തന്നെ ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഇംഗ്ലീഷാണ്. ഇത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ്. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക, കറക്റ്റ് അവിടെ എന്ത് ചെയ്യുക, എഴുതി കൊടുക്കുക. ഓക്കെ, ഇനി വേറെ എന്തെങ്കിലും ഏത് ക്വസ്റ്റ്യൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം എന്ത് ചെയ്യണം, അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കോഴ്സുകളോ വേറെ എന്തെങ്കിലും പ്രധാനപ്പെട്ട നിങ്ങൾ ഐ ക്യാപ്ചറിംഗ് ആയിട്ട് വരുന്ന പോയിന്റുകൾ ഉണ്ടെങ്കിൽ ആദ്യം തന്നെ അത് ഇവിടെ ആയിട്ട് എഴുതി കൊടുക്കുക. ഡബിൾ ഇൻവേർട്ടർ കോമ ഇട്ടിട്ട് തന്നെയാണ് ഇത് ഒരു കോട്ട് ആയതുകൊണ്ട് എഴുതി കൊടുക്കണം കേട്ടോ. പിന്നെയോ മീനിങ് ഓഫ് കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിന് എഴുതിയിട്ട് നിങ്ങൾ എന്തെങ്കിലും അണ്ടർലൈൻ ചെയ്യണം. ബോറാവാത്ത രൂപത്തിൽ നോക്കുന്ന ആളുകൾക്ക് പെട്ടെന്ന് ഐ ക്യാപ്ചറിങ് ആകാൻ വേണ്ടിയിട്ടാണത്.
അപ്പോൾ ആ രൂപത്തിൽ എന്ത് ചെയ്യണം, നിങ്ങൾ എഴുതണം. എഴുതി തുടങ്ങുമ്പോഴും ചെറിയൊരു ഗ്യാപ്പൊക്കെ ഇട്ടിട്ട് ലൈനൊക്കെ ഇട്ടിട്ട് വേണം എഴുതാൻ. അല്ലാതെ വരിയായിട്ട് എഴുതി പോകുന്ന സമയത്ത് ചിലപ്പം ഗ്യാപ്പ് ഇല്ലാതിരുന്നാൽ നോക്കുന്ന ആളുകൾക്ക് എന്തൊക്കെ പോയിന്റുകളാണ് നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്തതെന്ന് അറിയാൻ കഴിയില്ല. ഓക്കെ, അപ്പോൾ ലാഗ് ആക്കുന്നില്ല. കൺസെപ്റ്റ് എന്താണ്, ഇതിന്റെ കൺസെപ്റ്റ് എന്താണെന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. CSR സെൽഫ് റെഗുലേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു പോയിന്റ് ഉണ്ടോ, ഇത് നിങ്ങൾ കറക്റ്റ് ഇതേപോലെ തന്നെ നിങ്ങൾ എഴുതി കൊടുക്കുക. ഇനി തിയറീസ് ഓഫ് CSR ഇല്ല, എന്താണ് തിയറീസ് ഓഫ് CSR എന്നുള്ള കാര്യം, ഏതൊക്കെ തിയറീസ് ആണെന്നുള്ളത് പറയുന്നുണ്ട്. കറക്റ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓരോ പോയിന്റ് ആക്കി തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ ഈ 3 പോയിന്റുകൾ ഇവിടെ കൊടുക്കാൻ പറ്റും. പിന്നെ അതിന്റെ ബെനിഫിറ്റുകൾ എന്താണെന്നുള്ളത് എന്ത് ചെയ്യുക, ഇവിടെ കറക്റ്റ് കൊടുക്കുക. നിങ്ങൾക്ക് ഇവിടെ നോക്കൂ, സോഷ്യൽ റെസ്പോൺസിബിലിറ്റി തിയറി എന്നുള്ളത് തിയറീസ് ഓഫ് CSR എന്ന് വേണമെന്നുള്ള ഒരു ഹെഡിങ് സെന്ററിൽ എഴുതിയിട്ട് ഒരു റൗണ്ട് ഇട്ടിട്ട് വേണം 3 പോയിന്റ് ആക്കിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും 3ലേക്ക് പോയിന്റ് ആക്കിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ഒരു ഗ്രാഫിക്കൽ രൂപത്തിൽ അവിടെ പ്രസന്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ എങ്ങനെ ഇതൊരു മെയിൻ ഹെഡിങ് ഇത് കൊടുക്കുന്നു, സെന്ററിലോ നിങ്ങളെ കഴിയുന്ന രൂപത്തിൽ നിങ്ങൾക്ക് ഐഡിയ അനുസരിച്ച് ഇത് കൊടുക്കുന്നു. ഈ 3 പോയിന്റുകൾ, ആദ്യത്തെ പ്രധാനപ്പെട്ട കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി CSR തിയറി എന്നുള്ള ഈ പോയിന്റും സ്റ്റേക്ക് ഹോൾഡേഴ്സ് തിയറി എന്നുള്ളതും ദ ട്രിപ്പിൾ ബോട്ടം ലൈൻ എന്നുള്ള ഈ ഭാഗം ഉണ്ടല്ലോ, ഇത് 3 നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു പ്രധാനപ്പെട്ട പോയിന്റ് ആയിട്ട് കൊടുക്കുക. താഴെ ഭാഗത്ത് ലെറ്റേഴ്സ് എക്സ്പ്ലെയിൻ ബ്രീഫ്ലി എന്ന് പറഞ്ഞിട്ട് താഴെ ഓരോ പോയിന്റുകൾ എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അല്ലെങ്കിൽ ഡീറ്റെയിൽ ആയിട്ടോ ബ്രീഫ്ലി എന്ന് കൊടുത്തതിന് ശേഷം നിങ്ങളെ കഴിയുന്ന രൂപത്തിൽ എന്ത് ചെയ്യാത് ജസ്റ്റ് ഇതൊന്ന് അവലോകനം ചെയ്തിട്ട് അവിടെ വിശദീകരിക്കുക. അപ്പം ഒന്നുപാടെ നമുക്ക് എന്ത് കിട്ടും, ഒരു ഗ്രാഫിക്കൽ രൂപമാകുമ്പോൾ ആദ്യം പ്രധാനപ്പെട്ട പോയിന്റും പിന്നെ നോക്കുന്ന ആളുകൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. രണ്ടാമത്തെ അല്ലെങ്കിൽ അതിന്റെ ബാക്കിയുള്ള ക്വസ്റ്റ്യൻ നോക്കൂ, ബെനിഫിറ്റ്സ് ഓഫ് CSR. മക്കൾ ഇതെന്തായാലും പരീക്ഷയ്ക്ക് ഉണ്ടാവട്ടെ, ഈ ഒരു ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻ്റ് ആണ്. കഴിഞ്ഞ എക്സാം ഒക്കെ നമ്മൾ ഇതിൽ അനലൈസ് ചെയ്തിട്ടാണ് പറയുന്നത് കേട്ടോ. നോക്കൂ, ഇവിടെ വ്യത്യസ്ത തരത്തിലുള്ള ഈ ഒരു പേപ്പറുകളൊക്കെ അനലൈസ് ചെയ്തിട്ട് മാത്രമാണ് ഇത്. നോക്കൂ, 2024 ഡിസംബറിലെ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ട് ഇവിടെ. അതേപോലെ തന്നെ 2025 ജൂണിലെ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ട്. അതേപോലെ 2025 ഡിസംബറിലെ ക്വസ്റ്റ്യൻ ഉണ്ട്. ഇതിൽ നിന്നൊക്കെ പ്രധാനപ്പെട്ട ചോദിച്ചിട്ടുള്ള അല്ലെ, അത് നോക്കൂ, എക്സ്പ്ലെയിൻ ദ ഡിഫറെന്റ് തിയറീസ് ഓഫ് കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. 20 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്, വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അപ്പോൾ ഓരോ ക്വസ്റ്റ്യൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, അതൊക്കെ മനസ്സിലാകുന്നുണ്ട്, വരുന്നതാണ്. അത് മാത്രമാണ് നിങ്ങളുടെ മുമ്പിൽ നമ്മളിവിടെ തയ്യാറാക്കിയിട്ടുള്ളത് മക്കളെ. അപ്പം നിങ്ങൾ പോകുന്ന സമയത്ത് തീർച്ചയായിട്ടും ഈ ഒരു പേപ്പർ നല്ല രൂപത്തിൽ നോക്കി പഠിച്ചിട്ട് മാത്രം എന്ത് ചെയ്യുക, പോവുക. ഓരോ ക്വസ്റ്റ്യനും ഇതിനകത്ത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഉത്തരം തന്നെ കൊടുക്കുന്നുണ്ട്. ഏതൊക്കെയാണ് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ നോക്കൂ. CSR തിയറീസ് ആൻഡ് ബെനിഫിറ്റ് നമ്മൾ ചർച്ച ചെയ്തു. കോർപ്പറേറ്റീവ് ഓർഗനൈസേഷൻ ആൻഡ് ഫീച്ചർ മെറിറ്റ്സ് ഇതിന്റെ കോർപ്പറേറ്റീവ് ഓർഗനൈസേഷന്റെ അതെന്താണെന്ന് എഴുതണം ആദ്യം അല്ലേ. അതിന്റെ മെറിറ്റ്സ് എന്താണ്, ഫീച്ചേഴ്സ് എന്താണെന്നുള്ള കാര്യങ്ങൾ നമ്മൾ ഇതിൽ കൊടുക്കണം. അത് കറക്റ്റ് നമ്മൾ ഇതിനകത്ത് പറയുന്നുണ്ട്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇവിടെ ഉണ്ട്. ഇ-കൊമേഴ്സ് vs ട്രഡീഷണൽ കൊമേഴ്സ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ് കേട്ടോ നമ്മളിവിടെ കൊടുക്കാൻ പോകുന്നത്. മക്കളെ, നിങ്ങൾ ഈ PDF വാങ്ങുന്നില്ലെങ്കിലും ഈ ഒരു പാർട്ട് നിങ്ങൾ പരീക്ഷയ്ക്ക് നല്ല രൂപത്തിൽ പ്രിപ്പയർ ചെയ്തിട്ട് മാത്രം പരീക്ഷയ്ക്ക് പോവാം. അപ്പോൾ നമ്മൾ ഇ-കൊമേഴ്സ് vs ട്രഡീഷണൽ കൊമേഴ്സ് ഉള്ള കൊടുക്കുന്നു. കോർപ്പറേറ്റ്, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് കോർപ്പറേറ്റ് ഓർഗനൈസേഷൻ, അതിന്റെ ഫീച്ചർ എന്താണ്, മെറിറ്റുകൾ എന്തൊക്കെയാണ്. നാലാമത്തെ ഒരു ബിസിനസ് ഓർഗനൈസേഷൻ ഉണ്ടാക്കുന്ന അതിന്റെ ഫോംസ് എങ്ങനെയാണെന്നുള്ള കാര്യങ്ങൾ അല്ലേ, അതൊക്കെ നമ്മൾ ഈ ഒരു ബിസിനസ് ഓർഗനൈസേഷൻ മാനേജ്മെന്റ് നമ്മൾ പഠിക്കുന്നുണ്ട്. ഒരു കമ്പനി എങ്ങനെ നമുക്ക് ആദ്യം ഡെവലപ്പ് ചെയ്താൽ തുടക്കം എങ്ങനെ ബേസ് മുതലേ നമ്മളൊന്ന് ഫോം ചെയ്യുന്ന കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, അതിന്റെ പേപ്പർ വർക്ക് കാര്യങ്ങളൊക്കെ നമ്മളവിടെ വിശദീകരിക്കുന്നുണ്ട്. അടുത്തത് എന്താണ്, വാട്ട് ഈസ് ദ കമ്പനി. ഒരു കമ്പനി എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ, അതിന്റെ ഡെഫിനിഷൻ എന്തൊക്കെയാണ്, ഏതൊക്കെ തരത്തിലുള്ള കമ്പനികളുണ്ട്. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് എക്സാമിന് എന്തായാലും പ്രതീക്ഷിക്കുക, കമ്പനിയുമായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കുക. ഒരു തിയറി പേപ്പർ ആയതുകൊണ്ട് തന്നെ മക്കൾ നിങ്ങൾക്ക് ഒരു PDF നോക്കി പോകാന്നുണ്ടെങ്കിൽ 80% മാർക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രൊഡിക്റ്റീവായിട്ട് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന രൂപത്തിലാണ് തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ കഴിഞ്ഞൊരു ലാസ്റ്റ് 6 എക്സാം അനലൈസ് ചെയ്തിട്ട് മാത്രം ഫോക്കസ് ചെയ്തിട്ട് തയ്യാറാക്കിയിട്ടുള്ള ക്വസ്റ്റ്യൻ പ്ലസ് ആൻസർ ആണ് ഇതിനകത്ത് നിങ്ങൾക്ക് ലഭിക്കുന്നത്. ആറാമത്തെ ക്വസ്റ്റ്യൻ ഗവൺമെന്റ് കമ്പനി എന്ന് പറഞ്ഞാൽ ഏതാണ്, പ്രൈവറ്റ് കമ്പനി എന്ന് പറഞ്ഞാൽ എന്താണ്. അപ്പോൾ അതൊക്കെ കറക്റ്റ് ഇതിൽ പറയുന്നുണ്ട്. എന്താണ് ഗവൺമെന്റ് കമ്പനി എന്നുള്ളത് നമ്മൾ വിശദീകരിക്കണം. അതേപോലെ പ്ലാനിങ് എന്നുള്ളത് അല്ലേ, ഏതൊരു ബിസിനസ് ആകുമ്പോൾ പ്ലാനിങ് കാര്യങ്ങൾ ഉണ്ടാകും. അപ്പോൾ അതിന്റെ നാച്ചർ, ക്യാരക്ടറിസ് ഒക്കെ എന്ത് ചെയ്യണം, ഇവിടെ നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യണം. പ്ലാനിങ് എന്നുള്ളതുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഓരോ തിയറികൾ വെച്ച് പറയുന്നുണ്ട് അല്ലേ. അത് ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സ് എങ്ങനെയാണെന്നുള്ളതാണ്. ഏതോ തീരുമാനം എടുക്കുന്ന സമയത്തും അതിന് കുറച്ച് എന്തിനാണ് ആദ്യത്തെ പ്രൈമറി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറയുന്നുണ്ട്. ആ ഡിസിഷൻ മേക്കിങ്ങുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുക, അതിന്റെ പ്രോസസ്സ് കംപ്ലീറ്റ് ഇവിടെ എന്ത് ചെയ്യണം, നമ്മൾ വിശദീകരിക്കണം. കൺട്രോൾ എന്ന് പറഞ്ഞ സാധനം എന്താണ്, അതിന്റെ ഡെഫിനിഷൻ, ക്യാരക്ടർ എന്താണെന്നുള്ളത് പരീക്ഷയ്ക്ക് മക്കളെ ഇതില്ലാത്തൊരു ക്വസ്റ്റ്യൻ ഉണ്ടാകൂല. എന്തായാലും കൺട്രോൾ എന്താണെന്നുണ്ടാവും, ഡെഫിനിഷൻ, ക്യാരക്ടറിസം അടക്കം എഴുതാണ് എന്താ ഈ എക്സാമിന് നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നെ ബാരിയേഴ്സ് ഓഫ് എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷന്റെ ബാരിയേഴ്സ് എന്തൊക്കെയാണെന്നുള്ളതാണ്, ഇത് നമുക്ക് പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അടുത്ത മാസ്ലോ നീഡ് സിസ്റ്റം, അതിന്റെ ഇതുമായി ബന്ധപ്പെട്ടുള്ള തിയറി പരീക്ഷയ്ക്ക് ചോദിക്കാം കേട്ടോ, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടാണ് നിങ്ങൾ നോക്കി പോകണേ. അടുത്ത പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിൾ, ഇത് എന്തായാലും പരീക്ഷയ്ക്ക് ചോദിക്കുക. അതിന്റെ വ്യത്യസ്ത സ്റ്റേജുകൾ ഏതൊക്കെയാണെന്നുള്ളതാണ്. മക്കളെ, ഈ PDF നിങ്ങൾ വാങ്ങുന്നില്ലെങ്കിലും പരീക്ഷയ്ക്ക് ഈ പറയപ്പെട്ട ഈ ഒരു ഭാഗങ്ങളൊക്കെ നോക്കിയിട്ട് വേണം നിങ്ങൾ പോകാൻ. ഫൈനാൻഷ്യൽ മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ എന്തായാലും എക്സാമിന് ചോദിക്കും.
മക്കളെ ഒരിക്കൽ കൂടി ഞാൻ പറയുന്നു, നിങ്ങൾക്ക് വളരെ ഉപകാരപ്പെടുന്ന ഒരു PDF ആണ്. ഇത് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാൻ നമ്പർ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, നമ്പർ കൊടുത്തിട്ടുണ്ട്. അതിൽ നിങ്ങൾ നമ്മളായിട്ട് ചാറ്റ് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഈ PDF നിങ്ങൾക്ക് എന്ത് ചെയ്യും തരുന്നതാണ്. താഴെ നമ്പർ കൊടുക്കുന്നുണ്ട്. ആ നമ്പറിൽ നിങ്ങൾ ജസ്റ്റ് BCOC 132 അല്ലെങ്കിൽ PDF വേണമെന്ന് ടൈപ്പ് ചെയ്ത് വിട്ടാൽ മതി. അതിന്റെ ഡീറ്റെയിൽസ് ഞാൻ ഓരോന്നായിട്ട് എന്ത് ചെയ്യും ഇവിടെ നിങ്ങൾക്ക് അവിടെ പറഞ്ഞു തരാം എങ്ങനെയാണ് തരേണ്ടത് എന്നുള്ളതൊക്കെ. ഒരു ചെറിയൊരു എമൗണ്ട് മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യുള്ളൂ നമ്മൾ വാങ്ങുന്നുള്ളൂ. നാലാമത്തെ ക്വസ്റ്റ്യൻ, ഫോംസ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ അല്ലേ, എന്തൊക്കെയാണ്? എക്സ്പ്ലെയിൻ ദ വേരിയസ്, ക്വസ്റ്റ്യൻ എന്താണ്? എക്സ്പ്ലെയിൻ ദ വേരിയസ് ഫോംസ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ, ദെയർ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്നുള്ളതാണ് ചോദ്യം. അപ്പൊ അതിന്റെ മീനിങ് കറക്റ്റ് നമ്മൾ നേരത്തെ പറഞ്ഞ പൂരത്തിൽ കൊടുക്കുന്നുണ്ട്. അതിന്റെ ഓരോ ഭാഗങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഒരു PDF ആവശ്യമുണ്ടെങ്കിൽ നമ്മളായിട്ട് കോൺടാക്ട് ചെയ്യുക. അതുപോലെ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഇഗ്നോ അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഗ്രൂപ്പ്, അതിന്റെ ചാനലിൽ ഒരു കമ്മ്യൂണിറ്റി നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിലൊക്കെ നിങ്ങൾ ജോയിൻ ആവുക കേട്ടോ. എല്ലാവിധ ഇഗ്നോന്റെ ഫ്രീ ക്ലാസ്, നോട്ട്സ്, കാര്യങ്ങൾ, അപ്ഡേറ്റുകളൊക്കെ അതിനകത്ത് വരുന്നതാണ്. നിങ്ങൾക്ക് ആ ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താലും എല്ലാ ഡീറ്റെയിൽസും അറിയാവുന്നതാണ്. അപ്പോൾ പുതിയൊരു കണ്ടന്റുമായിട്ട് വീണ്ടും കാണാം. ഓക്കെ, താങ്ക്